രക്ഷിക്കണം, രക്ഷിക്കണം. എന്താ, എന്ത് പറ്റി? ഇന്നലെ രാത്രി കടലിൽ പോയവരെ ബോട്ടുകാരി വെട്ടി, തോണി മറിച്ചു. 4-5 പേര് ജീവൻ പോവാറായി കിടക്കുക. അങ്ങോട്ട്. മോനെ സേന, 4 വള്ളം പോയി. 5-6 കുട്ടികളെ തടപ്പുറം ആസ്പത്രിയിലാക്കിയിട്ടുണ്ട്. കുത്തി പണ്ടം പുറത്ത് ചാടിച്ചിരിക്കുക. മോഹൻ തമ്പി മുതലായ ബോട്ടുകാരാണ്. ഇനി കടലിൽ ഇറങ്ങി ഇതായിരിക്കും ഗതി എന്നാ പറഞ്ഞത്. മോനെ, ഞങ്ങളുടെ കുട്ടികള് പട്ടിണിയായി. വിഷ്ണുവിനെ വിളിക്ക്. വിഷ്ണുവിനെ വിളിക്കാൻ. രാധാകൃഷ്ണ, ആ വിഷ്ണുവിനെ തടയണം, എത്രയും പെട്ടെന്ന്. അവൻ ഇറങ്ങിയാൽ ഞാൻ നോക്കിക്കൊള്ളാം സാർ.
ഇന്നു മുതൽ ഒരൊറ്റ ബോട്ടും കടലിലിറങ്ങരുത്. സേനൻ പറയും. അതിനു മുമ്പ് കടലിൽ പോകുന്ന ഒരൊറ്റ തെണ്ടിയും തിരിച്ചെത്തില്ല. കേരള ജീപ്പില് അങ്ങനെ അങ്ങ് കേറാൻ പറഞ്ഞാലേ എനിക്ക് മനസ്സിലിടാ പട്ടിയും തിരിച്ചു പറയേണ്ടി വരും. ദേ, പോലീസ് ഭാഷയൊന്നും വേണ്ട. തന്നെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? നിന്നെ പൊക്കാനാണ് വന്നതെങ്കിൽ പൊക്കിയിരിക്കും. കേട്ടടാ അവന് ജീപ്പില്. പുറത്ത് ജീപ്പിൽ വിഷ്ണുവുണ്ട്. ഞാൻ അവനെ കൊണ്ടുപോകാൻ വന്നതാ. ഞാൻ കൊണ്ടുപോകും. പിന്നെയുള്ള കാര്യങ്ങൾ നമുക്ക് സൗകര്യമായി സംസാരിക്കാം. എന്താ? വിഷ്ണു, നീ പൊയ്ക്കോ. തമ്പി, നിങ്ങൾ ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. 4 തുറയിലെ മത്സ്യത്തൊഴിലാളികളാണ് ഒറ്റയടിക്ക് തരുന്നത്. ആർക്കും അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കാനാവുന്നില്ല. രാമേട്ടാ, എന്നോട് ക്ഷമിക്കണം. എന്ത് ചെയ്യാനാ ഈ ബോട്ട് ഡ്രൈവർമാർ കാണിച്ച തോന്നിയാസത്തിന്? ഇത്തരം തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ അടിത്തറ ഇളക്കും. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. ലക്ഷ്മണ, സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഇനി എന്താ വഴിയെന്ന് പറയൂ. ജനപ്രതിനിധികളെന്ന വേഷം കെട്ടി നടക്കുന്ന നിങ്ങൾ വോട്ട് ചെയ്ത് ഡൽഹിക്കും തിരുവനന്തപുരത്തും അയക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളാണ്. അവരെ ഉദ്ധരിക്കേണ്ടവർ മിനിമം ദ്രോഹിക്കാതെങ്കിലും ഇരുന്നൂടെ? പകലും രാത്രിയിലും 2 മുഖം 2 വേഷം. ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഏത് ക്രിമിനലും നിങ്ങളുടെ വർഗത്തിന്റെ മുമ്പിൽ തോക്കും. ജനൻ, ഞാൻ പറഞ്ഞില്ലേ ഒരു കയ്യബദ്ധം? അതെ, ആ അബദ്ധത്തിനുള്ള ശിക്ഷ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണം. ചതിക്കരുത് സേനൻ. ഒരു വോട്ട് ബാങ്കാണ്. അതെ, നിങ്ങളുടെ ഭാഷയിൽ ജനങ്ങളില്ലല്ലോ, അവരുടെ ജീവിതങ്ങളില്ലല്ലോ, വോട്ട് ബാങ്കുകൾ മാത്രം. സേനൻ, ഞാൻ എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ചെയ്യാം. പറയൂ. ആക്രമണത്തിനിരയായ എല്ലാവർക്കും നല്ലൊരു തുക കൊടുക്കണം. തകർത്ത തോണികൾ റിപ്പയർ ചെയ്യണം. ഇനി കടലിൽ വെച്ച് സംഘർഷമുണ്ടാവില്ലെന്നുള്ള ഉറപ്പ് എനിക്ക് കിട്ടിയിരിക്കണം. എല്ലാത്തിനും സേനൻ പറയുന്ന ഏത് ഉടമ്പടിക്കും ഞാൻ തയ്യാറാണ്. ആ ശരി, എനിക്കല്പം തിരക്കുണ്ട്. ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. വരട്ടെ വരട്ടെ മാധവട്ടാ. രണ്ടുപേരും ഇന്ന് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അവിടെ നിക്കാൻ അവിടെ നിക്കാൻ എന്താ വികൃതികളെ അമ്മ ഇങ്ങനെ ഓടിക്കുന്നേ? അയ്യേ വിഷ്ണു, താഴെ ഇറക്കിയേ. ആ ഷർട്ടിലേക്ക് എണ്ണയാവും. സാരമില്ല. എന്താ കുളിക്കാൻ ഇത്രയും മടിയാ? രാവിലെ തുടങ്ങിയതാ രണ്ടും കൂടെ പ്രാന്ത് പിടിപ്പിക്കാൻ. താഴെ ഇറങ്ങിയേ. പിന്നെ രണ്ടുപേരും പോയി കുളിച്ച് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഓടി വാ. എന്നിട്ട് ഞങ്ങൾ കടപ്പുറത്ത് ചേരേച്ചന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവോ? പിന്നെന്താ, ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് കറങ്ങാൻ. കുളിച്ചു വരുമ്പോഴേക്കും മുങ്ങോ? ഹേ ഇല്ല. ചെല്ല്, കുളിമുറിയിൽ ലക്ഷ്മിയമ്മയുണ്ട്. കുളിക്ക് പോ. ആ ചെല്ല്. വിഷ്ണു വരണോ? ഞാൻ കുളിപ്പിച്ചു തരാം. എന്താ വിളിച്ചേ? വിളഞ്ഞ വിത്തുകളാ. ആ വിഷ്ണുവാ, ഇന്ന് ഇവിടുന്ന് കൊണ്ടിട്ട് പോയാ മതി. ആ നീ വന്നോ? ഞാൻ ചേക്കുട്ടിയെ വിട്ട് നിന്നെ വിളിപ്പിക്കാമെന്ന് ആലോചിക്കായിരുന്നു. ഒന്നുമില്ല, ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് വലിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൂടെ? കുട്ടികളാണെങ്കിൽ വിഷ്ണുവിനെ നാളുകൾ കൂടി കണ്ടതിന്റെ സന്തോഷത്തിലാ. അവരോടൊപ്പം വല്ലപ്പോഴും കിട്ടുന്ന കുറച്ച് സമയമാണ് ജീവിതത്തിന് എന്തോ ചില അർത്ഥങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നിക്കുന്നു. ഞാൻ പറഞ്ഞു മടുത്തു. എന്നും ഇങ്ങനെയൊക്കെ മതിയോ? വിഷ്ണുവിനും വേണ്ട ഒരു കുടുംബമൊക്കെ. എന്തിനാ ഏട്ടത്തിയമ്മേ? ഉറക്കം ഉണരുമ്പോ കഴുത്തിൽ തല കാണുന്ന വിശ്വാസമില്ലാത്ത ജീവിതത്തില്
ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഒന്നും വേണ്ട. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഇറങ്ങാം. എവിടെയെങ്കിലും പോയി മനസമാധാനത്തോടെ ജീവിക്കാമായിരുന്നു എല്ലാവർക്കും. ജയന്തി, നീ സേനന്റെ ഭാര്യയാണ്. വിശ്വസിച്ച് ജീവൻ കയ്യിലേൽപ്പിച്ച കുറെ മനുഷ്യരുണ്ട് ഇവിടെ. അവരെ മറന്നുകൂടാ. കയ്യിൽ നിന്ന് പുറപ്പെട്ട അസ്ത്രം പോലെയാണ്, പിടിച്ചു നിർത്താൻ കഴിയില്ല. ആരംഭത്തിനെല്ലാം അവസാനമുണ്ട്, അതോർത്താ മതി. നാട്ടുകാരെ, വോട്ടർമാരെ, ഇടതുപക്ഷ ഐക്യത്തിന്റെ കരുത്തനായ സാരഥി, അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ മുൻനിര പോരാളി സഖാവ് മോഹൻ തമ്പിക്ക് സൂര്യൻ ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കുവാൻ വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ കഴിയുമെങ്കിൽ ഇതൊന്നും എന്റെ മുമ്പിൽ കൊണ്ടുവരരുത്. കഴിയുന്ന സാറിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഹലോ, യെസ്, ഹു ഈസ് കോളിംഗ്? തനിക്കാ? ഒരു അഞ്ജന. ഹലോ, അതെ. ഓ ഗോഡ്, വാട്ട് എ സർപ്രൈസ്. അതെ, ഡു വൺ തിങ്. ബീച്ച് റോഡിൽ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, വാസ്കോ ഡി ഗാമ. യെസ്, അവിടെ വെയിറ്റ് ചെയ്. ഓ ഷുവർ, ഓക്കെ. എന്റെ പഴയ കോളേജ് മേറ്റ് ബോംബെയിൽ നിന്ന് വന്നിരിക്കുക. ഫൈൻ, നേരത്തെ പോണമെങ്കിൽ ആയിക്കോളൂ. താങ്ക് യു സർ. May I help you, madam? Can I have a cup of coffee, please? Oh, sure. നോക്കൂ, എനിക്ക് ജയിച്ചേ പറ്റൂ. അതിനാണ് ഞാൻ വന്നത്. യു ഗോട്ട് ഇറ്റ്?
കൊണ്ടുപോടാ. ഏയ്, എന്താ ഇത്? എന്താ ഇവിടെ നടന്നത്? അല്ല, ചേച്ചിയെ മനസ്സിലായില്ല. നല്ല തന്റെ ഇടമാണല്ലോ. അതിനൊന്നും കുറവില്ല. ചേട്ടന് മനസ്സിലായില്ല? അയ്യോ, ഞാനൊരു പാവം വക്കീലാന്നേ. നാട്ടുകാരുടെ ചില്ലറ കേസുകൾ വന്നാ വാദിക്കും, ജയിപ്പിക്കും. വയറ്റിപ്പഴപ്പിന്റെ പ്രശ്നമാണേ. മൊബൈൽ കോർട്ടോ? ആ, പക്ഷെ രാത്രിയെ ഇറങ്ങും. പിന്നെ ശിക്ഷ വിധിക്കുന്നത് നടപ്പാക്കുന്നതൊക്കെ ഞാൻ തന്നെ. ഇതിന് എനിക്കറിയാവുന്ന പേര് ഗുണ്ടാരാജ് എന്നാണ്. ഓഹോ, അങ്ങനെയും വിളിക്കാം. പിന്നെ കൊച്ചമ്മണി പാതിരയ്ക്ക് ഇങ്ങനെ കറങ്ങി നടക്കാതെ വീട് പിടിക്കാൻ നോക്ക്. നല്ല പൂവമ്പഴം പോലെ ഇരിക്കുന്നത്. ഇവിടുത്തെ പിള്ളേരുടെ കിട്ടിയാലേ തൊലി പോലും കളയാതെ വിഴുങ്ങിക്കളയും. ചെല്ലു ചെല്ലു. ഹായ് അഞ്ജു. ഹായ് മനീഷ്. ഹായ്. നല്ല കക്ഷിയാ. റെസ്റ്റോറന്റ് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് നല്ലൊരു സീന് കാണാൻ കഴിഞ്ഞു. എന്താടി ഇവിടെയും അണ്ടർവേൾഡ് ആക്ടിവിറ്റീസ് ഒക്കെ സ്ട്രോങ് ആ? രാത്രി പുറത്തിറങ്ങാൻ കൊള്ളില്ല. നിന്റെ ലഗേജ് ഒക്കെ എവിടെ? അതാ റെസ്റ്റോറന്റിലാ. വാ കേറ്. നീ മാറ്, ഞാൻ ഓടിക്കാം. എന്താ ഈ വരവിന്റെ ഉദ്ദേശം? ചുമ്മാ കറങ്ങാൻ ഇറങ്ങിയതാ? അല്ല, തികച്ചും ഒഫീഷ്യൽ. നമ്മുടെ കേന്ദ്രമന്ത്രി വിശ്വനാഥ മേനോന്റെ ഒരു ഇന്റർവ്യൂ വേണം. ഒരു എന്താ പറയാ, ഒരു പേഴ്സണൽ ലൈഫിന്റെ ഡീറ്റെയിൽസ് കൂടി വരണം. പുള്ളിയുടെ ഹോം ടൗൺ ആണല്ലോ ഇത്. ജനിച്ച വീട്, പഠിച്ച സ്കൂള്, അങ്ങനെ. എത്ര ദിവസം കാണും? അധിക ദിവസം നിന്നെ ബുദ്ധിമുട്ടിക്കില്ല. ഒരു 4-5 ദിവസം. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എനിക്ക് മിനിസ്റ്റർ എന്ന് കാണണം. മിനിസ്റ്റർ അല്പം തിരക്കില്ല, ഇപ്പൊ കാണാൻ ബുദ്ധിമുട്ടാ. ഇപ്പൊ അകത്തേക്ക് പോകാൻ പറ്റില്ല. ഫ്രം ടൈംസ് ഓഫ് ഇന്ത്യ. എന്റെ പേര് അഞ്ജന. എനിക്കൊരു ഇന്റർവ്യൂ വേണം സാർ. ഞാൻ അതിനായി ബോംബെന്ന് വന്നിരിക്കുക. വളരെ തിരക്കുള്ള സമയത്താണ് ബുദ്ധിമുട്ടിക്കുന്നതെന്ന് അറിയാം. പക്ഷെ എന്നോട് ഇത്തിരി ദയവ് കാണിക്കണം സാർ. ഞാൻ പറയാനുള്ള മറുപടി കുട്ടി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ വളരെ തിരക്കുള്ള സമയമാണ്. വളരെ ദൂരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകാൻ ഇറങ്ങിയതാണ്. സാർ, ശരി സാർ. പക്ഷെ നാളെ, അല്ലെങ്കിൽ അതിനടുത്തുള്ള ഒരു ദിവസം കുറച്ച് സമയം എനിക്ക് അനുവദിച്ചു തരണം സാർ. പിന്നീട് എപ്പോഴെങ്കിലും ഒന്ന് കാണൂ. നിങ്ങൾ ഇങ്ങനെ അങ്ങ് പിടിച്ചു തൂങ്ങിയാലോ? കുറച്ച് ക്ഷമയൊക്കെ വേണ്ടേ? പിന്നീട് എപ്പോഴെങ്കിലും ഒന്ന് കാണണം. ഒരു വഴിക്ക് പോകുമ്പോഴാ മുമ്പേ ടൈംസ് ഓഫ് ഇന്ത്യ. സാർ, ഞാൻ ഇനിയും വരും. നാളെ ഇത് തന്നെ അവസ്ഥ എന്ന് കണ്ടാ ഞാൻ അദ്ദേഹത്തിന്റെ കാറിന് മുമ്പിൽ ചാടും. ഇന്റർവ്യൂ കിട്ടിയില്ലെങ്കിൽ ജീവനോട് ബോംബെക്ക് തിരിക്കില്ലെന്ന് ശബ്ദം വല്ലതും എടുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്റെ അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ആക്കും. പ്രൊബേഷണറി പീരീഡാ. ഇത്ര നാളായിട്ട് ഒരൊറ്റ ഹോട്ട് സ്റ്റോറി പോലും എനിക്ക് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്റെ കഥ പറഞ്ഞുതരാം. അതിലൊരുപാട് സെൻസേഷണൽ സ്കോപ്പ് ഉണ്ട്. ഇംഗ്ലീഷിലാവുമ്പോ ആരും പൈങ്കിളി തൊട്ട് പറയുകയില്ല. എങ്ങനെയാ നിന്റെ കമ്പനി, ബോസ്? ഒന്നും പറഞ്ഞില്ല? കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് സുഖമാണ്, പരമസുഖം. ഞാൻ കാരണം ഒരുപാട് പേര് സുഖിക്കുന്നുമുണ്ട്. ഐ മീൻ, എന്റെ കുടുംബം സുഖമായി കഴിയുന്നു.